1996-ലെയും 2006-ലെയും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ UDFന്റെ പരാജയത്തിന് വഴിതെളിച്ച 3 വിഷയങ്ങളെ മുതിർന്ന കോൺഗ്രസ് നേതാവായ AK ആന്റണി വീണ്ടും ചർച്ചയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. 2026-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ ശിവഗിരിയിലെ പോലീസ് അതിക്രമം, മാറാട് കലാപം, മുത്തങ്ങയിൽ ആദിവാസികൾക്കെതിരെ നടന്ന വെടിവെപ്പ് തുടങ്ങിയ വിഷയങ്ങൾ വീണ്ടും ഉയർന്നു വരുന്നത് UDFന് അത്ര ഗുണകരമായേക്കില്ല. എന്നിട്ടും UDFനെ പ്രതിക്കൂട്ടിലാക്കുന്ന ഈ വിഷയങ്ങൾ AK ആന്റണി പൊതുചർച്ചയ്ക്ക് ഇട്ടുകൊടുത്തത് എന്തിനാണ് എന്ന ചോദ്യമാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത്. നിയമസഭയിൽ നടന്ന അടിയന്തര പ്രമേയത്തിനിടെ മുഖ്യമന്ത്രി പറഞ്ഞ ചില വാക്കുകളാണ് ആന്റണിയെ പ്രകോപിപ്പിച്ചത്. മറുപടിയായി AK ആന്റണി ആ പഴയ ഭൂതങ്ങളെല്ലാം തുറന്നുവിട്ടു. സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് ഏറെക്കുറെ വിരമിച്ച ആന്റണിക്ക് ഈ അവസരത്തിൽ മിണ്ടാതെ ഇരിക്കാമായിരുന്നു. സഭയിലെ ഒരു ചർച്ചയായി മാത്രം അവ ഒതുങ്ങിപ്പോയേനെ. എന്നാൽ ആന്റണിയുടെ മറുപടി ആ വിഷയങ്ങളെ വീണ്ടും ഓർമ്മിക്കാൻ ഇടവരുത്തിയിരിക്കുകയാണ്. ആ പ്രതികരണത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങൾ ഒളിച്ചു പിടിച്ചിട്ടുണ്ടോ എന്ന ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. എന്തായിരുന്നു UDFനെ പ്രതിരോധത്തിലാക്കിയ ശിവഗിരിയിലെ പോലീസ് അതിക്രമം? മാറാടും മുത്തങ്ങയിലും നടന്നത് അന്ന് എന്തായിരുന്നു? ശിവഗിരി ആശ്രമത്തിലെ ഭരണസമിതിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട ചില നിയമ പോരാട്ടങ്ങളുടെ തുടർച്ചയായിരുന്നു 1995-ലെ ശിവഗിരിയിലെ പോലീസ് നടപടി. ശിവഗിരി ഭരണസമിതിയിൽ സ്വാധീനമുണ്ടായിരുന്ന ശാശ്വതികാനന്ദയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്കെതിരായ കോടതി വിധിയും പിന്നാലെ പുതിയ പ്രസിഡന്റായി പ്രകാശ് ആനന്ദ തെരഞ്ഞെടുക്കപ്പെട്ടതുമാണ് അക്കാലത്ത് ശിവഗിരിയിലെ അന്തരീക്ഷം മോശമാക്കിയത്. ശാശ്വതികാനന്ദയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയെ കോടതി പിരിച്ചുവിട്ടതിനെ തുടർന്ന് 94 ജൂണിൽ പ്രകാശ് ആനന്ദ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും ചുമതല ഏറ്റെടുക്കാൻ എതിർവിഭാഗം സമ്മതിച്ചില്ല. പിന്നീട് ആ വർഷം ഡിസംബറിൽ ശാശ്വതികാനന്ദ വിഭാഗം പ്രത്യേക ജനറൽ ബോഡി യോഗം വിളിക്കുകയും അദ്ദേഹത്തെ വീണ്ടും പ്രസിഡന്റായി തെരഞ്ഞെടുക്കുകയും ചെയ്തു. ഈ വിഷയത്തിൽ ഇടപെട്ട ഹൈക്കോടതി ശാശ്വതികാനന്ദ വിഭാഗത്തോട് മഠത്തിന്റെ സ്വത്തുക്കളും അധികാരവും നേരത്തെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രകാശ് ആനന്ദയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്ക് കൈമാറാൻ നിർദ്ദേശിച്ചു. എന്നാൽ ഈ നിർദ്ദേശം ശാശ്വതികാനന്ദ വിഭാഗം അംഗീകരിച്ചതുമില്ല. ഇതിനെ തുടർന്ന് 95 ഓഗസ്റ്റിൽ ഉത്തരവ് നടപ്പിലാക്കാനും അല്ലെങ്കിൽ കോടതി ലക്ഷ്യം നേരിടേണ്ടി വരുമെന്നും ഹൈക്കോടതി സർക്കാരിന് മുന്നറിയിപ്പ് നൽകി. ഇതിന് പിന്നാലെയായിരുന്നു ശിവഗിരിയിലെ ആ പോലീസ് നടപടി. ആശ്രമത്തിന് കേടുപാടുകൾ സംഭവിക്കുകയും നിരവധി സന്യാസിമാർക്ക് പോലീസ് നടപടിയിൽ പരിക്കുകൾ സംഭവിക്കുകയും ചെയ്തതിന് പിന്നാലെ ഇതൊരു വലിയ രാഷ്ട്രീയ തർക്കമായി മാറി. പോലീസ് അതിക്രമം പോലെ തന്നെ പ്രധാനമായിരുന്നു അതിക്രമത്തിന് മുൻപും ശേഷവും ശിവഗിരിയെ മുൻനിർത്തി നടന്ന സാമുദായിക ചേരിതിരിവിനുള്ള ശ്രമവും. AK ആന്റണി ശിവഗിരി വിഷയം വീണ്ടും ചർച്ചയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇത്തരം നീക്കങ്ങൾ നടത്തിയവരും തക്കം പാർത്തിരിപ്പുണ്ടെന്നതുകൂടി കാണേണ്ടതാണ്. ഒരു വശത്ത് മദനിയും മറുവശത്ത് BJPയും അണിചേരുന്ന നിലയിലേക്ക് ശിവഗിരി സംഭവത്തിന്റെ മാനങ്ങൾ അക്കാലത്ത് മാറിയിരുന്നു. പിന്നാക്ക ന്യൂനപക്ഷ വക്താക്കൾ എന്ന നിലയിൽ മദനിയുടെ PDPക്ക് സ്വീകാര്യത ലഭിക്കുന്ന കാലത്ത് നടന്ന ശിവഗിരി സംഭവത്തിൽ PDP ഒരു പക്ഷത്തിനൊപ്പം ചേർന്ന് നിലപാടെടുത്തു. പോലീസിനെതിരായ സംഘർഷത്തിൽ പോലും PDP പ്രവർത്തകർ നേരിട്ട് പങ്കാളികളായി. 2 പക്ഷമായി നിന്ന് പോരടിക്കുന്ന സന്യാസിമാർക്കിടയിലേക്ക് പുറത്തുള്ളവരെ ക്ഷണിച്ചുവെന്നായിരുന്നു BJPയുടെ അന്നത്തെ ആക്ഷേപം. ഇത് ചൂണ്ടിക്കാണിച്ച് ശാശ്വതികാനന്ദ വിഭാഗത്തിനെതിരെ RSSും BJPയും നിലപാടെടുത്തു. തന്റെ എതിരാളികൾക്ക് RSSന്റെ പിന്തുണയുണ്ടെന്ന ശാശ്വതികാനന്ദയുടെ ആരോപണത്തിന്റെ കൂടി പശ്ചാത്തലത്തിലായിരുന്നു ഇത്തരം വിഷയങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നത്. നേരത്തെ ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട കർസേവ അരുവിപ്പുറത്ത് നിന്ന് തുടങ്ങാനുള്ള BHP നീക്കത്തെ തടയിട്ടത് ശാശ്വതികാനന്ദയായിരുന്നു. അന്ന് തുടങ്ങിയതാണ് ശിവഗിരി പിടിച്ചെടുക്കാൻ സംഘപരിവാരത്തിന്റെ മാസ്റ്റർ പ്ലാൻ എന്നായിരുന്നു പിന്നീട് ശാശ്വതികാനന്ദ പ്രതികരിച്ചത്. കേരളത്തിലെ ഹൈന്ദവ വർഗീയവാദത്തിന് ശിവഗിരി തടസ്സമാകുമെന്ന് അവർ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നുവെന്നും അദ്ദേഹം പ്രതികരിച്ചിരുന്നു. ഈ നിലയിൽ കേരളത്തിന്റെ രാഷ്ട്രീയ സാമുദായിക ഇടങ്ങളിൽ നിരവധി അനുരണനങ്ങൾ ശിവഗിരി സംഭവം സൃഷ്ടിച്ചിട്ടുണ്ട്. മാറാട് കലാപത്തെ സംബന്ധിച്ച ചർച്ചകൾ ഈ ഘട്ടത്തിൽ ഉയർത്തുന്നത് ഗുണകരമായേക്കില്ല എന്ന് ഏറ്റവും തിരിച്ചറിവുണ്ടാകുക മുസ്ലിം ലീഗിനായിരിക്കും. കലാപത്തെ സംബന്ധിച്ച അന്വേഷണം നടത്തിയത് ജസ്റ്റിസ് തോമസ് P. ജോസഫ് കമ്മീഷനാണ്. കമ്മീഷന്റെ കണ്ടെത്തലുകളും ശുപാർശയും മുസ്ലിം ലീഗിന് എത്രമാത്രം സ്വീകാര്യമാണ് എന്ന ചോദ്യം എല്ലാ കാലത്തും പ്രസക്തമാണ്. NDF IUML പ്രവർത്തകർ ഗൂഢാലോചനയിലും കൂട്ടക്കൊലയിലും പങ്കാളികളാണ് എന്ന കമ്മീഷന്റെ അവസാന ഭാഗത്തെ പരാമർശങ്ങൾ വീണ്ടും ചർച്ച ചെയ്യപ്പെട്ടേക്കാം. മുസ്ലിം ലീഗിന്റെ നേതാവ് MC മൈൻ ഹാജിയുടെ പേര് ജസ്റ്റിസ് തോമസ് P. ജോസഫ് കമ്മീഷൻ റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ടിരുന്നുവെന്നത് നേരത്തെ വിവാദമായിരുന്നു. CBI അടക്കമുള്ള അന്വേഷണ സംഘങ്ങളിലെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന ഒരു മൾട്ടി ഏജൻസി ഗൂഢാലോചനയ്ക്കും കൂട്ടക്കൊലയ്ക്കും പിന്നിൽ മറ്റു ശക്തികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും റിപ്പോർട്ട് ശുപാർശ ചെയ്തിരുന്നു. മാറാട് കലാപത്തെ തുടർന്നുള്ള സാഹചര്യത്തെ സാമുദായിക വിഭജനം ലക്ഷ്യമിട്ട് ഉപയോഗിച്ചവർ നിലവിലെ സാഹചര്യത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്തുമെന്നതിനെക്കുറിച്ചും അറിവില്ലാത്ത ആളല്ലല്ലോ AK ആന്റണി. ആദിവാസി ഭൂമി പ്രശ്നം കേരളത്തിലെ മുഖ്യധാരാ വിഷയമായി ചർച്ച ചെയ്യാൻ രാഷ്ട്രീയ നേതൃത്വങ്ങളെ നിർബന്ധിതമാക്കിയ സമരമായിരുന്നു മുത്തങ്ങയിലെ ഭൂസമരവും പോലീസ് വെടിവെപ്പും. സ്വന്തം നിരപരാധിത്വം തെളിയിക്കുക എന്ന ലക്ഷ്യത്തോടെയാണെങ്കിലും
മുത്തങ്ങ വിഷയം AK ആന്റണി വീണ്ടും ഉയർത്തിയതോടെ ചർച്ചയിലേക്ക് വരുന്നത് പോലീസ് അതിക്രമവും ആദിവാസി ഭൂമി പ്രശ്നവും തന്നെയാണ്. CBI റിപ്പോർട്ടിൽ പോലീസ് നടപടി ന്യായീകരിക്കപ്പെടുന്നുണ്ട് എന്നതായിരിക്കാം വിഷയം വീണ്ടും ഉയർത്താൻ ആന്റണിയെ പ്രേരിപ്പിച്ചിരിക്കുക. എന്നാൽ വിഷയം കൈകാര്യം ചെയ്തതിൽ തെറ്റുപറ്റിയെന്ന അദ്ദേഹത്തിന്റെ പ്രതികരണം, അതിന് പിന്നാലെ CK ജാനുവും M ഗീതാനന്ദനും സ്വീകരിച്ച നിലപാടും മുത്തങ്ങ സംഭവത്തിന് ശേഷം UDFന് രാഷ്ട്രീയമായി നേരിടേണ്ടി വന്ന ചോദ്യങ്ങളെയാണ് വീണ്ടും മുന്നോട്ട് വെക്കുന്നത്. ഒരു തിരഞ്ഞെടുപ്പ് വർഷത്തിൽ ഇതൊന്നും തിരിച്ചറിയാതെ ആയിരിക്കുമോ AK ആന്റണി പ്രതികരിച്ചിരിക്കുക? ചോദ്യങ്ങൾ ഒരുപാടാണ്. പക്ഷേ ഉത്തരങ്ങൾ UDFനെയും കോൺഗ്രസിനെയും സംബന്ധിച്ച് അതീവ നിർണായകവുമാണ്.